എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് നമ്മുടെ ഇടുക്കി ഹിൽവ്യൂ പാർക്കിലാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഏതായാലും ഞാൻ കടന്നു ചെല്ലുമ്പം ആദ്യമായിട്ട് കാണാൻ സാധിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് ഏരിയയും നല്ലൊരു ഹോട്ടലൊക്കെയാണ്. ഇവിടെ ഓൺലൈൻ ബുക്കിങ്ങിന് സൗകര്യം ഉണ്ടായിരിക്കും. തിരക്കില്ലാത്ത ദിവസം വന്നാൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരുപാട് ഹോട്ടലുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ് എടുക്കണം. എല്ലാവർക്കും പാസ് എടുക്കണം, കുട്ടികൾക്കും പാസ് എടുക്കണം. നമ്മൾ ഈ പാസ്സൊക്കെ എടുത്തിട്ട് നേരെ നമ്മുടെ ഹിൽവ്യൂ പാർക്കിനുള്ളിലേക്ക് കടന്നു വരികയാണ്. ഇങ്ങനെ മനോഹരമായിട്ട് പൂത്ത് വിടർന്ന് നിൽക്കുന്ന ഒരുപാട് കടലാസ് റോസ് ചെടികൾ ഞാൻ കാണുന്നുണ്ട്. അപ്പം അതായത് പേപ്പർ റോസ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാർക്കിനുള്ളിലേക്ക് ചെല്ലുമ്പോൾ പിന്നെ ഞാൻ കാണുന്നത് മനോഹരമായ കോഫി ഷോപ്പാണ്. കോഫി ഷോപ്പിൽ എല്ലാ സാധനങ്ങളും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ പിന്നെ ഞാൻ കാണുന്നൊരു കൊട്ടവഞ്ചി സവാരിയാണ്. ഇത് നല്ലൊരു കാഴ്ചയാണ് തന്നെ എനിക്ക് തോന്നുന്നത്. നമ്മൾ കൊട്ടവഞ്ചി സവാരി കടന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ കാണുന്ന നല്ല വിശാലമായിട്ടുള്ളൊരു പാർക്കാണ്. കിഡ്സ് പാർക്കിന് ഇവിടെ ഒരുപാട് എന്താ പറയുന്നത് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നാനാ സൈഡിലും ഇങ്ങനെ ഇരിക്കാനുള്ള ഒരുപാട് ഇരിപ്പിടങ്ങളൊക്കെ നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇടുക്കിയെ ദർശിക്കാൻ തരുന്ന മനോഹരമായിട്ടൊരു കാഴ്ചയാണ്. ഇത് ടോയ്ലറ്റാണ്. ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് ആണ്. നമ്മൾ നമ്മുടെ വീട്ടിലെ ടോയ്ലറ്റ് പോലെയൊക്കെ ഉപയോഗിക്കേണ്ടതാണ്. ഇത് കാണുന്ന നല്ലൊരു ഞാവൽ വൃക്ഷമാണ്. ഇത് നിറച്ചിങ്ങനെ കായ്ച്ച് കിടപ്പുണ്ട്. ഒരു ജനുവരിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് പഴുത്ത് ചാടാൻ തുടങ്ങും. ഇത് നമ്മൾ കാണുന്നത് ഇത് റോപ്പ് വേണ്. ഇത് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മേളിൽ സ്കൈ സൈക്ലിംഗ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്നതാണ് നമുക്ക് അവിടെ ചെന്ന് അവരോട് ചോദിച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ. നമുക്ക് സ്കൈ സൈക്ലിംഗ് എന്താണെന്നൊക്കെ ഇത് ചോദിച്ചറിയാം. ഉണ്ട് ഇവിടെ അതാണ് ഇത് സ്കൈ സൈക്കിള് ജെയിംസിങ് ഇതെല്ലാം ഇവിടെ ഉള്ളതല്ലേ? ഈ ബ്രിഡ്ജേ കൂടെ എങ്ങനെ സൈക്കിളിൽ പോകുന്നതോ അതോ നടന്നു പോകുന്നതോ? ഈ നടന്നു പോകുന്നതിന് എത്ര രൂപയാ? ഇതേ കൂടെ ഏറ്റവും കൂടുതൽ പോകുന്ന വിദേശികളൊക്കെ ആയിരിക്കുമോ വരുന്നല്ലേ? സ്കൈ സൈക്ലിംഗ് കപ്പാസിറ്റി ഒരാൾ വെയിറ്റ് 90 kg. കൊച്ചു കുട്ടികൾക്ക് ഊഞ്ഞാലാടാനുള്ള സൗകര്യങ്ങളെല്ലാം ഈ കിഡ്സ് പാർക്കിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട്. ഇത് കമാൻഡോ നെറ്റാണ്. നമുക്കതിൽ പ്രവേശനമില്ല, അവർക്കുണ്ട്. നമുക്കിവിടെ പ്രവേശനമുണ്ട്. ധൈര്യമുള്ളവർക്കൊക്കെ ഇവിടെ വന്നൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഏതായാലും ഞാൻ ചെയ്യുന്നില്ല. എന്നെപ്പോലെയല്ല നിങ്ങളെല്ലാം. അപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്യുക. ഇതാ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഇതാ ഈ കുന്നിൻ്റെ ഈ മനോഹരമായ കുന്നിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇടുക്കിയെ മൊത്തം ദർശിക്കാവുന്നതാണ്. രണ്ട് വശത്തും അതിമനോഹരമായ പേപ്പർ റോസ് ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുകയാണ്. അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചു പറയാൻ തോന്നില്ല കേട്ടോ. ഇതാ ഇതിൻ്റെ മേളിൽ കയറി നിന്നിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇടുക്കി മൊത്തം കാണാം. അതായത് നമ്മുടെ ഇടുക്കി മെഡിക്കൽ കോളേജ് കാണാം, അതുപോലെ തന്നെ ജില്ലാ കോടതി കാണാം, പിന്നെ എന്താ പറയുന്നത് കളക്ട്രേറ്റ് കാണാം, അതുപോലെ തന്നെ എൻജിനീയറിംഗ് കോളേജ്, ഇടുക്കി മറ്റേ പോളിടെക്നിക്ക്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ്. ചെറുതോണി കാണാം. പിന്നെ അതിനേക്കാളും മനോഹരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ ഇടുക്കി പ്രൊജക്റ്റും അതിനെ ഇങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന അതായത് അത് അതിഗൂഢമായിട്ടുള്ള വനനിരകളും അല്ലേ, അങ്ങനെയൊക്കെ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. എന്തിനോട്ടെ അവിടെ നമ്മുടെ പേരറിയാത്ത ഒരുപാട് ശബ്ദങ്ങളൊക്കെ കേൾക്കാം. വന്യമൃഗങ്ങളുണ്ട്. പക്ഷെ അവരൊന്നും ഇത് നീന്തി ഇങ്ങോട്ടൊന്നും കടന്നു വരത്തില്ല. ഇവിടെ നിൽക്കുന്ന നമ്മുടെ സാക്ഷാൽ കുറുവനും കുർത്തിയാണ്. ഇവർ രണ്ടുപേരും കാരണമാണല്ലോ നമ്മുടെ ഈ പ്രൊജക്റ്റ് ഇവിടെ ഉണ്ടായതും വിദേശ സഞ്ചാരികളെല്ലാം ഇങ്ങോട്ട് ആകർഷിക്കുന്നതും അല്ലേ. അപ്പം നമ്മൾ കുറുവനെയും കുർത്തിയെയും കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞ് ബോധം നടത്തിക്കുന്നില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഫാമിലിയൊക്കെ കൂട്ടി ഈ ക്രിസ്മസ് വെക്കേഷൻ അടിച്ച് പൊളിക്കാൻ വേണ്ടി നമ്മുടെ ഇടുക്കിയിലേക്ക് വരിക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്ന പ്രതീക്ഷയോടുകൂടി ടാറ്റാ ബൈ ബൈ.